സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക 50,000 ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം. ഞങ്ങൾ തട്ടിക്കൊണ്ട നാളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങൾ സമാനം പറയണ്ടേ? അയ്യോ, തട്ടിക്കളയാനൊന്നുമല്ല. ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ലൊക്കെ അത് കുഴപ്പമില്ല. ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ സാറേ, പിന്നെ ആ പ്രശ്നം സോൾവ്. എവിടെ നിന്നാണ് തട്ടിക്കൊണ്ട് വരുന്നത്? അഡ്രസ് വിത്ത് പ്രൂഫ്? അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരികയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ തട്ടിക്കൊണ്ടു പോരെ? ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അത് പിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തതുകൊണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയ വിക്സ് ഗുളിക എന്തുവരെ കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫോം കൊടുത്തിരിക്കും. ദാറ്റ് ഈസ് സത്യം ശിവം സുന്ദരം. ഓക്കെ ഓക്കെ. എന്താണ് ഇത് തന്നെ വീട്? അതെ. ഇനി നേരെ പിറകിലേക്ക് പോവാം. 2ാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു. അതിലേ വേണം അകത്തേക്ക് കയറാൻ. സത്യ, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ ആശിന് പേടിയാ? പേടിയാ എനിക്കാ? എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? അതല്ലേ പേടി. ആശാൻ മുമ്പേ നടക്കും. എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. PT ഉഷയെ ഓടാറുള്ളൂ, കോച്ച് നമ്പേരും ഓടാറില്ല. ആ ചെല്ലിയല്ലേ. ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കണം. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് മുൻചാട്ടില്ല. ആശാനെ, സ്റ്റെപ്പ് വെച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ പോണേ. മുഖം മൂടി ഒന്നും വെക്കണ്ട. കൂർക്കം വലിക്കുന്നത് കേട്ടില്ലേ? ഉറക്കുറി വെച്ച് കിടക്കല്ലേ? പൊക്കാം. ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റാം. അത് ബുദ്ധി. നോക്കിയ ശിവ, നോക്കണേണ്. അതല്ലടാ, നോക്കിയട ഫോൺ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം. അല്ലേ ആശാനെ? ആശാനോട് പോയി, എവിടെ പോയി ആള്? ഇപ്പൊ കണ്ടേന്. മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്, തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിച്ചാണ്. നല്ല മാച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാനോടെ പോയി കിടക്കരുത്. എടാ, അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റുമോ നോക്കിയതല്ലേ. അതാണ് ഈ സുന്ദരനാശൻ. കണ്ടാടാ വാച്ച്, ഈ പെണ്ണിന്റെ. ശിവ, ഇത് നോക്കിയേ, ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ? അതെ, അവൻ തന്നെ. ഈ നമ്പ്യാരവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്? ഇതിലെന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി. ഇവളവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയപ്പൻ. കറക്റ്റ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ? നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ. എന്തിന്? നമുക്ക് ഈ കിളവനെ പൊക്കണ്ട, പകരം ഈ പെണ്ണിനെ പൊക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടിത്തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കളിക്ക് ഇപ്പൊ തന്നെ. എന്താ വഹിക്കണ്ട? എടാ, മണപ്പിക്കുന്ന സാധനം എടുക്കടാ. സത്യം ശിവം സുന്ദരം. നിങ്ങൾ നിൽക്കുന്നതിന്റെ എതിർവശത്ത് ഞങ്ങളുണ്ട്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ട്. രഞ്ജു എവിടെ? ആദ്യം പണം കാണട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ? എന്താ ഇങ്ങോട്ട് വരാന്നു? രഞ്ജു എവിടെ? കുട്ടിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പണം തന്നാൽ കുട്ടിയെ തരാം. രഞ്ജു എവിടെന്നാ ചോദിച്ചത്? അവളെ തന്നാലേ പണം തരും. അന്ന പണം വേണ്ട, കുട്ടിയെ തരുന്നു. എന്നാ നമുക്ക് പോവാം. അപ്പഴത്തെ പോവാന്ന്. ഇതെന്ത് മര്യാദയാണ്? പറഞ്ഞാലും മനസ്സിലാവൂലേ? നിങ്ങൾ പണം തന്നെ, ഞങ്ങൾ കുട്ടിയെ തരാം. ഇത് കുട്ടികളെയല്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കും. അറമാരെ, കിഡ്നാപ്പിംഗ് ഞങ്ങളെ കൊലത്തൊഴില. അതിലിട്ട് ഞങ്ങൾ അരിവിറക്കില്ല.
പകൽ സമയത്ത് നടു റോട്ടിൽ വെച്ച് പാർട്ടി എക്സ്ചേഞ്ച് ചെയ്ത പല മണ്ട കിഡ്നാപ്പേഴ്സും ഇന്ന് അകത്താ. പൂച്ചപ്പുര സെന്റർ ആ ജയിലിൽ. ആ പണിക്ക് നമ്മളെ കിട്ടില്ല. പോലീസ് അല്ല പോലീസിന് ഞങ്ങൾ അറിയിച്ചിട്ടില്ല അഭ്യാസം ഇറക്കിയാണല്ലേ. കുട്ടിയെ വേണമെങ്കിൽ പണം കിട്ടണം, ഞങ്ങൾ വിശ്വസിക്കാം. എന്നാ നമുക്ക് പോകാം. ഇതേ പോ, നിനക്ക് ഇത് തന്നെ പരിപാടി. നിന്നെ തുറന്നു കാണിക്ക്. എന്തു പറ്റി? കൊടു. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്തോ ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്ന്. എങ്ങനെ? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്? ഫോളോ മീ, ഫോളോ മീ. അയ്യോ അമ്മ, അവൻ തല്ലല്ലേ, അവൻ നമ്മുടെ ആളാ. അവന്മാരാണ് കിഡ്നാപ്പേഴ്സ്. എന്താ വലിയ ബാലു നോക്കി നിൽക്കാതെ അടിച്ചു ഒതുക്കടാ. ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആൾക്കാരെയും കൂട്ടി വന്നിരിക്കാനോടാ തല്ലാൻ. ഇവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഈ കളിയൊക്കെ കളിച്ചത്. വെറുതെ ചുമ്മാ ഇവൻ പറഞ്ഞിട്ടോ? സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടോ വലിയ. ഇതൊക്കെ അമ്മയുടെ ഒരു കളിയാ. കളിയോ? പെണ്ണിനെ പിടിച്ചു കെട്ടി തന്ന ചോദിക്കുന്ന കാശ് തരാമെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ഒന്ന് താനല്ലേ? വല്യക്കാന്ന് പറഞ്ഞ് മണപ്പിച്ച് നടന്ന് ഇതിനായിരുന്നു അല്ലേ? നിന്നെ ഞാൻ എന്നെ തല്ലരുത്. മനുവിന്റെ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരാനാ ഞാൻ ഈ പണിയൊക്കെ ഒപ്പിച്ചത്. എന്റെ കള്ളകളെ മനുഷ്യർ കളിച്ചത്. പാവം മനുഷ്യറിനെ കുറിച്ച് എന്തൊക്കെ ഇയാൾ പറഞ്ഞു നടന്നത് അതെല്ലാം രഞ്ജു ചേച്ചി മുതലാളി വിശ്വസിക്കുകയും ചെയ്തു. ഓഫീസിലായാലും ദിവസം 10 പ്രാവശ്യം സാറിനെ കുറിച്ചും രഞ്ജി ചേച്ചിയെ കുറിച്ചും മാത്രം പറയാറുള്ള മനുഷ്യനെ കുറിച്ചല്ല എത്താൻ പറഞ്ഞിട്ടുള്ളത്. പോണ്ടിച്ചേരിയിൽ വെച്ച് ഇയാളല്ല കള്ളകളെ കളിച്ചത്. സാരമില്ല കിച്ചു, ഇപ്പൊ സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എനിക്കത് മതി. എനിക്കത് പോരാ. വർമാജി പോലീസിനെ വിളിക്കണോ? ഇവൻ കുറച്ച് നാൾ അകത്ത് കിടക്കട്ടെ. വേണ്ട മാവാ, തൽക്കാലം പോലീസും പട്ടാളമൊന്നും വേണ്ട. ബാലുവും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. അതുകൊണ്ട് ഈ ഒരു തെറ്റ് പൊറുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ല മുതലാളി, മനുഷ്യറിനോട് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും ആ മനസ്സ് കണ്ടില്ലേ? പോലീസിനൊന്നും വിളിക്കണ്ട, സാർ ക്ഷമിക്കേ. സാറ് ക്ഷമിച്ചു. ആ മോഹൻ കണ്ടാൽ അറിഞ്ഞൂടെ? പോലീസിനെ വിളിക്കില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വല്യച്ഛ, അല്ല അപ്പൊ കിച്ചുവിന്റെ അഖിലയുടെ കാര്യം എന്തായി? അവരുടെ കാര്യം അവര് നോക്കിക്കൊള്ളും. നിന്റെ കാര്യം നീ നോക്കിക്കോ. ദാ ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അല്ലേ അമ്മാവാ? അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ല. അതെങ്ങനെ സന്തോഷവും? ഞാൻ കിട്ടാണ്, ഞാൻ കിട്ടണ്ടേ? അതിന് ഇവർക്ക് എന്താ കിട്ടാനുള്ളേ? അല്ല, നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാമെന്ന് ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അതപ്പോ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ അല്ല അതിന് ഇവർക്ക് എന്ത് പണി അറിയാ? പോക്കറ്റടി പിടിച്ചവരെ ഭവന വേദന. അല്ല, പണി കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ പഠിക്കേണ്ടി വരുമെന്ന് പറയുമായിരുന്നു. സമ്മതിക്കും മുതലാളി. സമ്മതിക്കും മുതലാളി. സമ്മതിക്കമ്മാവാ. ഇല്ല. അങ്ങനെ കണ്ണീ കണ്ടവർക്കൊക്കെ പണി കൊടുക്കാൻ എനിക്കെന്ത് അവകാശം? പണി കൊടുക്കാനുള്ള അവകാശം നിനക്കല്ലേ? കൊടുത്തോ പണി. അപ്പൊ ഇന്നു മുതൽ കമ്പനിക്ക് പണിയായി.